മെഡിക്കൽ കോളേജിലുള്ള ആളുകൾ എല്ലാം തന്നെ അപകടനില തരണം ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാറപ്പം ചേരുന്നുണ്ട്. അകത്ത് പോയി കണ്ടോ? ഈ നിങ്ങളുടെ നാട്ടുകാരൂടെയാണല്ലോ. പരിക്ക് പറ്റിയവരെ അകത്ത് ട്രാൻസിറ്റ് ഐസിയു എന്ന് പറയുന്ന ഇവിടെ ക്രമീകരിച്ചിട്ടുള്ള ഇടത്തെയാണ് മുഴുവൻ പേരെയും പ്രവേശിപ്പിച്ചിട്ടുള്ളത്. CT സ്കാന്, എക്സ്റേ ഉൾപ്പെടെ എടുക്കേണ്ടതായിട്ടുള്ള ആൾക്കാരെ നിലവിൽ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, അധികാരികളെല്ലാവരും നിലവിൽ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. നേരത്തെ ഈ അറിയുന്നതാണോ ഈ ആളുകളൊക്കെ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന്? പ്രാദേശികമായിട്ട് നമ്മുടെ തൊട്ടപ്പുറത്തെ പഞ്ചായത്തിൽ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് നിലവിൽ ആക്സിഡൻറ്റ് പറ്റിയിട്ടുള്ളത്. പ്രാദേശികമായിട്ട് ഉൾപ്പെടെ ഇവിടെ ബന്ധുക്കൾ ഉൾപ്പെടെ ഞങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. ആളുകളെ എല്ലാം ആശുപത്രിക്കകത്ത് കണ്ടിട്ടുണ്ട്. ഗുരുതരം അല്ലാതെന്ന് തോന്നുന്നല്ലേ പരിക്കൽ? നിലവിൽ പരിക്കുകൾ, അത്യാവശ്യം നല്ല പരിക്കുകൾ, സാരമായിട്ടുള്ള പരിക്കുകൾ ആളുകൾക്ക് പറ്റിയിട്ടുണ്ട്. കുട്ടികൾ ഉൾപ്പെടെ, നിരവധിയായിട്ടുള്ള കുട്ടികൾ ഉൾപ്പെടെ പരിക്ക് സംഭവിച്ചു. ഇങ്ങോട്ടേക്ക് ആളുകളെ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ അവർക്കൊരു പ്രാഥമികമായ ചികിത്സ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും നൽകിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ പേര് വിവരങ്ങളൊക്കെ തന്നെയാണ് ഈ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുള്ള ആളുകളുടെ പേര് വിവരങ്ങൾ, അതിൽ 26 പേർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ, അതോടൊപ്പം തന്നെ 10 പേരാണ് SIT ആശുപത്രിയിലുള്ളത്. അവരുടെ പ്രായം, അതോടൊപ്പം പേര് ഒക്കെയാണ് ഈ 2 പട്ടികയിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. കൂടുതലും കുട്ടികളെ SIT ആശുപത്രിയിലാണ് കൊണ്ടുപോയിരിക്കുന്നത്. നമുക്ക് ഇപ്പുറത്തെ ഈ കോളത്തിൽ കാണാൻ കഴിയും. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നവരുടെ പേരുകൾ കൂടുതലും യുവാക്കൾ ഒക്കെ തന്നെയുണ്ട്. പ്രായമായ ആളുകളൊക്കെ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കൂടുതൽ ഗുരുതരമായി പരിക്കേറ്റവരെയാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. ഈ ഒരു അപകടം മാത്രമല്ല, മറ്റ് പല സ്ഥലങ്ങളിലും ഉള്ള അപകടങ്ങൾ ഉണ്ട്. അതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ ആംബുലൻസുകളിൽ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും നമ്മുടെ നിരത്തുകൾ ഇപ്പോഴും വലിയ തോതിൽ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും പറയാൻ കഴിയുക. കാരണം നമുക്ക് കുറച്ച് നാളുകൾക്ക് മുമ്പ് തൃശ്ശൂരിലെയും അതോടൊപ്പം തന്നെ ആലപ്പുഴയിലെയും കോഴിക്കോട്ടെയും പത്തനംതിട്ടയിലെയും ഒക്കെ അപകടത്തിൻ്റെ ആ ഒരു ഞെട്ടലിൽ നിന്ന് തന്നെ നമുക്ക് വിട്ടുമാറിയിട്ടില്ല. അതിനിടയ്ക്കാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇത്ര ദാരുണമായ ഒരു അപകട വാർത്ത കൂടി ഈ രാത്രിയിൽ എത്തുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം ഒരുപാട് ഒട്ടേറെ പേർക്ക് ജീവൻ നഷ്ടമാകുന്ന സ്ഥിതി ഈ കഴിഞ്ഞ 1-2 മാസമൊക്കെയായി നമ്മളിങ്ങനെ നിരത്തിൽ കാണുന്നു. പത്തനംതിട്ടയിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ഒരു കുടുംബത്തിലെ 4 പേർക്കാണ് ജീവൻ നഷ്ടമായത്. അതോടൊപ്പം ആലപ്പുഴയിൽ മെഡിക്കൽ വിദ്യാർത്ഥികൾ നിരത്തിൽ അവരുടെ ജീവൻ പൊലിഞ്ഞു. അങ്ങനെ ഒരുപാട് പോലീസ്, നമ്മുടെ KSEB എല്ലാവരുടെയും ഒരു സംയുക്തമായ ഒരു സഹകരണം ഉണ്ടായിരുന്നു. അതിലുപരിയായിട്ട് നാട്ടുകാർ വളരെ പെട്ടെന്ന് തന്നെ ഈ വെമ്പായം, നെടുമങ്ങാട് ചുറ്റളവിലുള്ള മുഴുവൻ നാട്ടുകാരും ഈ രക്ഷാപ്രവർത്തനത്തിൽ എത്തി എന്നുള്ളത് തന്നെയാണ്. എല്ലാ സന്നദ്ധ സംഘടനകളുടെയും ആംബുലൻസും, നമ്മുടെ 108ൻ്റെ 4 ആംബുലൻസുകളും ബാക്കി സന്നദ്ധ സംഘടനകളുടെ ആംബുലൻസാണ് എത്തിയത്. ഒരു 15 മിനിറ്റിനുള്ളിൽ ഈ അപകടത്തിൽപ്പെട്ട മുഴുവൻ പേരെ നമുക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഈ അപകട സമയത്ത് പലരും ഈ ഓടയ്ക്കുള്ളിലൊക്കെ തന്നെ കുടുങ്ങി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവരെയൊക്കെ എങ്ങനെയാണ് പുറത്തെടുത്തത്? കാരണം വാഹനം മാറ്റിയത് അല്പം മുമ്പാണ്. അപ്പോൾ അടിയിൽ കുടുങ്ങി കിടന്നവരെ, പ്രത്യേകിച്ച് ഓടയ്ക്കുള്ളിൽ അകപ്പെട്ടവരെയൊക്കെ എങ്ങനെയാണ് പുറത്തെടുത്തത്? ഞങ്ങളുടെ ഈ വാഹനത്തിൻ്റെ പുറകിലത്തെ ഗ്ലാസ് പൊട്ടിയിട്ടില്ലായിരുന്നു. അത് നാട്ടുകാരുടെ സഹായത്തോട് തല്ലി പൊട്ടിച്ച് വാഹനത്തിനുള്ളിലേക്ക് കയറിയിട്ട് ഇതിൻ്റെ സൈഡിലെ ഗ്ലാസ് പൊട്ടിച്ച് ഓടയ്ക്കുള്ളിലേക്ക് 2 പേർ ഇറങ്ങിയിട്ട് ആ ഓടയ്ക്കുള്ളിൽ ഉണ്ടായിരുന്ന ആൾക്കാർ അവർ തന്നെ ഉയർത്തി ഞങ്ങൾ ഇപ്പുറത്തേക്ക് തരികയാണ് ചെയ്തത്. അത് ഈ ദുഷ്കരമായ പ്രവർത്തികളൊക്കെ ചെയ്ത നാട്ടുകാരാണ്. അതെ, ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫയർഫോഴ്സ് എത്തി. പിന്നെ പെട്ടെന്ന് ഫയർഫോഴ്സിൻ്റെ കട്ടിംഗ് മെഷീൻ, അവരുടെ മെഷീനറീസ് ഉപയോഗിച്ച് ഇതെല്ലാം കട്ട് ചെയ്ത് മാറ്റി. പിന്നെ ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ വളരെ സുഗമപരമായിട്ട് മുന്നോട്ട് പോയി. വാർഡ് മെമ്പർ കൂടിയായതുകൊണ്ടാണ് മറ്റൊരു കാര്യം ചോദിക്കുന്നത്. ഇവിടെ ഒരു സംഘം നാട്ടുകാർ പറയുന്നത് റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ്. കാരണം നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും, റോഡ് 2 ലെയറായിട്ടാണ് ടാറിങ് ഉൾപ്പെടെ പൂർത്തിയാകാത്തത് കൊണ്ടായിരിക്കും. അപ്പോൾ അതും കൂടി ഒരു അപകടത്തിന് കാരണമല്ല. അവർ പറയുന്നത് മുൻപ് പല തരത്തിലുള്ള അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്നും പറയുന്നു. ഞാൻ വാർഡ് മെമ്പർ, അതിലുപരിയായിട്ട് ഈ നാട്ടിലെ താമസക്കാരനാണ്. എൻ്റെ വീട് ഇവിടുന്ന് ഒരു 50 മീറ്റർ ഉണ്ട്. ഇങ്ങനെ ഒരു അപകടം ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യേണ്ട സാഹചര്യം നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഇത് റോഡ് 2 ലെയറാണെന്ന് പറയുന്ന വാസ്തവം തന്നെയാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ദൈനംദിനം ഒരു 5000 വണ്ടികളെങ്കിൽ ഇത്തരത്തിലുള്ള ബസ്സുകൾ മാത്രം എങ്ങനെ പറഞ്ഞാലും ഒരു 100-150 ബസ്സുകൾ ഇതിൽ കടന്നു പോകുന്നത്. ഇതുവരെ എന്തായിരുന്നു പഴവൂറ്റ് മുതൽ വെമ്പായം വരെ ഇങ്ങനെ ഒരു അപകടം ഒരിടത്തും നടന്നിട്ടില്ല. ഈ റോഡിന് ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം എന്താണ്? അതായത് പണികൾ വർഷമായി നടന്നുകൊണ്ടിരിക്കുന്നു, അത് ഇതുവരെയും പൂർണ്ണമായിട്ടില്ല. പണി 2ാം ഘട്ടം നടന്നു വരികയാണ്. അതിനെക്കുറിച്ചെല്ലാം നമ്മുടെ MP ഉൾപ്പെടെയുള്ളവർ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മന്ത്രി GR ഈ പ്രവർത്തനത്തിനെല്ലാം തന്നെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ ഭരണകൂടം ഒന്നാകെ തന്നെ ഇത്തരത്തിലുള്ള ഇതിൻ്റെ ഈ ഉണ്ടായ ദുരന്തത്തിൻ്റെ വ്യാപ്തി മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് നടത്തി വരികയാണ്. റോഡിൻ്റെ പണി നിങ്ങൾക്ക് തന്നെ അറിയാം. ഇപ്പോൾ പഴവൂറ്റ് മുതൽ പഴവൂറ്റ് വരെയുള്ള റോഡ് പണി നടക്കുകയില്ലേ, അതുപോലെ തന്നെ പഴവൂറ്റ് മുതൽ വെമ്പായം വരെയുള്ള റോഡിന് 2ാം ഘട്ടം പണി നടന്നു വരികയാണ്. പേര് സനൽ.